ഹലോ, ഗുഡ് ഈവനിങ്. നമ്മൾ ലിഫ്റ്റിൽ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹാൻഡ് ടൂൾ ഉണ്ട്, മാർക്കിംഗ് ടൂൾ ഉണ്ട്, മെഷറിംഗ് ടൂൾ ഉണ്ട്, അതുപോലെ തന്നെ വെൽഡിംഗ് ഉണ്ട്, സോൾഡറിംഗ് ഉണ്ട്, ബ്രേസിംഗ് ഉണ്ട്, സ്കഫോൾഡിംഗ് ഉണ്ട്. അങ്ങനെ കുറച്ച് കോമൺ ടോപ്പിക്ക് വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളൊരു സാഹചര്യം നമുക്കില്ല. പിന്നെ നമ്മളെ JEE എക്സാം ചില ആൾക്കാർ എഴുതുന്നുണ്ടാവില്ലേ, അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് നമ്മളെ ലിഫ്റ്റിൻ്റെ എക്സാം. അപ്പോൾ ചിലപ്പം ആൾക്കാർ ആബ്സെൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഇത് പറഞ്ഞുതരാൻ ഞാൻ ഒരുപാട് മെറ്റീരിയൽ നോക്കി, നിങ്ങളുടെ മെറ്റീരിയൽ നോക്കി, ബുക്കുകളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2-2.5 മണിക്കൂർ മിനിമം വീഡിയോ ചെയ്യേണ്ടി വരും. ആ വീഡിയോസ് എല്ലാം നമ്മളെ ബാക്കിയുള്ള JEEയുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കാണാം. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ് നവാസ് സാറിൻ്റെ 2016 പുറത്തിറക്കി കഴിഞ്ഞ ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ടോപ്പിക് വൈസ് സാറ് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ബാങ്കാണ് ഇന്ന് റെഫർ ചെയ്യുന്നത്. നവാസ് സാറിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കാണ്. ഫസ്റ്റ് ബേസിക് ടൂൾ എന്നുള്ള ക്വസ്റ്റ്യൻസ്. സ്റ്റീൽ റൂളാണ് ഫസ്റ്റ് ടോപ്പിക്കും. 12ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി യൂസ് ഓഫ് എഞ്ചിനീയർ സ്റ്റീൽ റൂൾ? നമുക്കറിയാം, ലീനിയർ ഡയമെൻഷൻസ് അളക്കാനാണ്. സിമ്പിൾ ചോദ്യമാണ്, എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. 13, സ്റ്റീൽ റൂൾസ് ആർ മെയ്ഡ് ഓഫ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? 2 മെറ്റീരിയൽ ഉണ്ട്. സ്പ്രിംഗ് സ്റ്റീലും ഉണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീലും ഉണ്ട്. കളർ കണ്ട് നമുക്ക് എന്ത് ചെയ്യും? സ്റ്റെയിൻലെസ് സ്റ്റീൽ നമുക്ക് മനസ്സിൽ ഓർമ്മ വരും അല്ലേ? ഇനി വളച്ച് നോക്കി നോക്കൂ, നിങ്ങൾ ആ സ്റ്റീലുകൾ വളച്ച് നോക്കി നോക്കൂ, റിട്ടേൺ പോകില്ലേ? അപ്പോൾ ഈ രണ്ടും ഓർത്തിരിക്കാൻ സിമ്പിളാണ്. ഇനി 14ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി റീഡിംഗ് അക്യൂറസി ഓഫ് എ സ്റ്റീൽ റൂൾ? റീഡിംഗ് അക്യൂറസിയിൽ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. നമുക്ക് 2 അക്യൂറസി ഉണ്ട്. ഒന്ന് 0.5 മില്ലിമീറ്റർ, മാത്രമല്ല മറ്റേ പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുക 1/64 ഓഫ് ആൻ ഇഞ്ച്. ഒരു ഇഞ്ചിൻ്റെ ഡയമെൻഷനാണ് ആ സ്കെയിലിൻ്റെ മുകളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക. നമുക്കറിയാമല്ലേ, ഇഞ്ചിലും അടയാളപ്പെടുത്തും, സെൻറ്റിമീറ്ററിലും അടയാളപ്പെടുത്തും. ഇഞ്ചിലാണ് അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു അക്യുറസി ഉണ്ടാവില്ലേ? അതാണ് 1 ഇഞ്ചിനെ 64 ഭാഗമാക്കി കഴിഞ്ഞാൽ അതിലൊരു ഭാഗമാണ് അതിൻ്റെ അക്യുറസി. 1/64 ഓഫ് ആൻ ഇഞ്ച് ചോദിച്ചിട്ടുണ്ട്. 1/64, 1/64 മറക്കരുത്. 0.5 മില്ലിമീറ്റർ സെൻറ്റിമീറ്ററിലാണ് അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ 0.5 മില്ലിമീറ്ററാണ് ലീസ്റ്റ് കൗണ്ട്, അല്ലെങ്കിൽ അക്യുറസി. ഇഞ്ചിലാണെങ്കിൽ 1/64. ഇനി പാരലൽ ആർച്ച് നമുക്കറിയാം അല്ലേ, അത് നിങ്ങൾ വായിച്ചു നോക്കുക, സിമ്പിൾ ചോദ്യമാണ്. 16ാമത്തെ ചോദ്യം, അത് നമ്മൾ പറഞ്ഞാട്ടെ, 2 സ്കെയിൽ 2 ടൈപ്പ് മെഷർമെൻറ്റ് ഉണ്ട് സ്റ്റീൽ റൂളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ഏതൊക്കെയാണ്? സെൻറ്റിമീറ്ററിലും അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും, മുകളിൽ ഇഞ്ചിലും അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അതും സിമ്പിളാണ്. ഇനി 17, എങ്ങനെയാണ് സ്റ്റീൽ റൂളിൻ്റെ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേറെ കട്ടിങ് ടൂള് പുളിയോ അല്ലെങ്കിൽ പഞ്ചൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വെക്കാതിരിക്കുക. മാത്രമല്ല, ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തുരുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഓയിലിൻ്റെ ലെയർ അതിൽ ആഡ് ചെയ്യുക. തുരുമ്പ് വന്നാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് സ്പ്രെഡ് ആവും. ഇനി 16, വാട്ട് ആർ ദി അഡ്വാൻറ്റേജ് ഓഫ് സ്റ്റീൽ ടൈപ്പ്? സ്റ്റീൽ ടൈപ്പിൻ്റെ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്താ? ലൈറ്റ് ടൂളാണ്. മാത്രമല്ല അതിൽ മെട്രിക് യൂണിറ്റും അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. FPS പറയുമ്പോൾ ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്, ആ യൂണിറ്റും അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഫൂട്ടിൽ എന്ത് ചെയ്യുന്നുണ്ടാവും? ആ ഫൂട്ടിൽ FPS ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ഫൂട്ടല്ലേ? ഫീറ്റ്, ആ ഫീറ്റിൻ്റെ കാര്യങ്ങളും അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. 1 എൻഡ് ക്യാൻ ബി ഹുക്ക്ഡ്. സ്റ്റീൽ ടൈപ്പ് നമുക്ക് ഉപയോഗിച്ചിട്ടുണ്ടല്ലേ, അതിൻ്റെ ഒരു ഭാഗം എന്ത് ചെയ്യുക? നിങ്ങളെ വളച്ച് വെച്ചിട്ടുണ്ടാവും, നമുക്ക് ഹുക്ക് ചെയ്യാം. 19, ഈ ചോദ്യം ഒന്ന് പഠിക്കണം കേട്ടോ. 19, ഇനി വാട്ട് ഈസ് ദി ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് സ്റ്റീൽ ടൈപ്പ്? പഠിക്കണം. എന്താണ്? അതിന് സെൽഫ് വെയിറ്റ് സപ്പോർട്ട് ചെയ്യാനുള്ള കഴിവില്ല, അനേബിൾ ടു സപ്പോർട്ട് ദി സെൽഫ് വെയിറ്റ്. 20ാമത്തെ ചോദ്യം, വാട്ട് ആർ ദി മാർക്കിംഗ് മീഡിയ? മാർക്കിംഗ് മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇരുമ്പിൻ്റെ മുകളിൽ അടയാളപ്പെടുത്തുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ മുകളിൽ ആ ലൈൻസ്, ആ സ്കൈ ബൺ ലൈറ്റ് ക്ലിയർ ആയി കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് മാർക്കിംഗ് മീഡിയ. ഏതൊക്കെയാണ്? പ്രഷൻ ബ്ലൂ ഉണ്ട്, വൈറ്റ് വാഷ് ഉണ്ട്, സെല്ലുലർ ആക്ര ഉണ്ട്, കോപ്പർ സൾഫേറ്റ് ഉണ്ട്. ഈ കോപ്പർ സൾഫേറ്റ് വിഷാംശമുള്ളതാണ്. പിന്നെ വൈറ്റ് വാഷ് തുരുമ്പ് പിടിച്ച കാര്യങ്ങൾക്ക് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുക. ഇനി 21ാമത്തെ ചോദ്യം, ദി മാർക്കിംഗ് മീഡിയ വിച്ച് നോട്ട് റെക്കമെൻഡഡ് ഫോർ ഹൈ അക്യുറസി? വൈറ്റ് വാഷ് അല്ലേ, ഹൈ അക്യുറസിക്കൊന്നും നമ്മൾ എന്തില്ല, വൈറ്റ് വാഷ് ഉപയോഗിക്കത്തില്ല. ഇനി ദി മാർക്കിംഗ് മീഡിയ വിച്ച് ടേക്ക് മോർ ടൈം ഫോർ ഡൈ? ഒരുപാട് സമയം എടുക്കും ഉണങ്ങാൻ. ഏതാണ്? പ്രഷ്യൻ ബ്ലൂ ട്ടോ. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു കളറാണ്, നീല കളറുള്ള ഒരു ഡൈ ആണ് പ്രഷ്യൻ ബ്ലൂ. ഒരുപാട് ടൈം എടുക്കും ഉണങ്ങാൻ. ഇത് പോയിസണസ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ കോപ്പർ സൾഫേറ്റ് എന്താണ്? മാർക്കിംഗ് മീഡിയ വിച്ച് ഈസ് പോയിസണസ്. 24, ദി മാർക്കിംഗ് മീഡിയ വിച്ച് ഈസ് ഡ്രൈ ക്വിക്ക്ലി? ഏതാണ്? സെല്ലുലോസ് ലാക്കറാണ്. അതായത് കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡൈ ആണിത്, സെല്ലുലോസ് ലാക്കർ. ഇനി വാട്ട് ഈസ് ദി യൂസ് ഓഫ് സ്കൈബർ എന്താണ്? ടു സ്കൈബ് ലൈൻസ്. സ്കൈബേഴ്സ് ആർ മെയ്ഡ് ഓഫ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആട്ടോ. 26ാമത്തെ നിങ്ങൾ പഠിച്ചു വെക്കുക, എന്താണ്? ഹൈ കാർബൺ സ്റ്റീൽ, HCS സ്കൈബർ കേട്ടോ. കാരണം വേറൊരു മെറ്റലിനെ സ്കൈബ് ചെയ്യണ്ടേ, അപ്പോൾ അതിന് ഇൻഡൻറ്റേഷൻ വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഹൈ കാർബൺ സ്റ്റീൽ ഉണ്ടാക്കുന്നത് കേട്ടോ. ഹൗ ടു മെയിൻറ്റെയിൻ ഷാർപ്നെസ് ഇൻ സ്കൈബർ? എന്താണ്? ബൈ ഗ്രൈൻഡിങ് ആൻഡ് ഹാമറിങ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? സ്കൈബറിലെ ഷാർപ്നെസ് നിലനിർത്താം. ഇനി വൈ കോർസ് ആർ പുട്ട് ഓൺ സ്കൈബർ പോയിന്റ് വെൻ നോട്ട് ഇൻ യൂസ്? എന്താ? നമ്മളെ മേത്ത് കുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തുളഞ്ഞ് കയറുമല്ലേ, അപ്പോൾ അതിൻ്റെ അറ്റത്ത് എന്ത് ചെയ്യും? ഒരു കോർക്ക് നമ്മൾ ഇട്ട് വെക്കും. ടു പ്രിവെൻറ്റ് ആക്സിഡൻ്റ് ആണ് കറക്റ്റ് ആൻസർ. വാട്ട് ഈസ് ദി യൂസ് ഓഫ് സർഫസ് ഗേജ്? സർഫസ് ഗേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലെയ്ത്തിൻ്റെ മുകളിലൊക്കെ എന്ത് ചെയ്യും?
ഒരു ഹെവി ബേസ് ആയിട്ടുള്ളൊരു ഇതിൽ WPS ആയാലേ ഇതിൽ വരക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഒരു ഹെവി ബേസ് ആയിട്ടുള്ളൊരു ടൂളാണിത് സർഫസ് ഗേജ്. അതിൻ്റെ മുകളിൽ സ്പിൻഡിൽ ഇങ്ങനെ വെർട്ടിക്കലി നിൽക്കുന്നുണ്ടാവും. അവിടുന്ന് ഇങ്ങനെ ഒരു സ്കൈബർ ഇങ്ങനെ ചെരിച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ സ്കൈബർ കൈകൊണ്ട് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ആളാണ് അതിൻ്റെ സർഫസ് ഗേജ്. അതിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൈബിൻ ലൈൻസ് പാരലൽ ടു എ ഡാറ്റം സർഫസ്. ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ബേസ് എന്ത് ചെയ്യും, നമ്മൾ മാർക്കിംഗ് ടേബിളിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ മാർക്കിംഗ് ടേബിൾ അതൊരു ഡാറ്റം സർഫസ് ആയിട്ട് ആക്ട് ചെയ്യും. മാർക്കിംഗ് ടേബിളിൻ്റെ മുകളിൽ കൂടെ എന്ത് ചെയ്യും, ഈ സർഫസ് ഗേജ് നീക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യുക, ഈ സ്കൈബർ പോയിൻ്റ് കറക്റ്റായിട്ട് ഒരു ലൈൻ വരച്ച് തരും. ഇനി യൂണിവേഴ്സൽ സർഫസ് ഗേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേസ് എന്താ, ബേസ് വിയുടെ ഒരു ഷേപ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പൈപ്പിൻ്റെ മുകളിലൊക്കെ വെക്കാം. മാത്രമല്ല അതിൻ്റെ 360 ഡിഗ്രി അതിൻ്റെ എന്ത് ചെയ്യുക, സ്പിൻഡിൽ തിരിയും ചെയ്യും. ആ 2 ഗുണങ്ങളുണ്ട് കേട്ടോ. സ്പിൻഡിൽ കാൻ സെറ്റ് ടു എനി പൊസിഷൻ, ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് ക്യാൻ ബി മെയ്ഡ്, ക്യാൻ ബി യൂസ്ഡ് ഓൺ സിലിണ്ടറിക്കൽ സർഫസ് ആൾസോ. 3 ഗുണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ അടിയിൽ വിയുടെ സ്ലോട്ട് ഉണ്ടോണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സിലിണ്ടറിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. മാത്രമല്ല ഏത് പൊസിഷനിലേക്കും സെറ്റ് ചെയ്യുക. പിന്നെ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യാം. ഇനി അടുത്താണ് ഹാമർ കേട്ടോ. ഹാമറിൽ ചോദ്യം നോക്കാം. വാട്ട് ആർ ദി പാർട്സ് ഓഫ് ഹാമർ? ഹെഡ്, ഹാൻഡിൽ. പിന്നെ ഹെഡിൻ്റെ പാർട്സ് ഏതൊക്കെയാണ്? ഹെഡിൻ്റെ പാർട്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീൻ ഉണ്ടാവും, അതുപോലെ തന്നെ ചീക്ക് ഉണ്ടാവും, ഐ ഹോൾ ഉണ്ടാവും, പിന്നെ നമ്മുടെ ഫേസും ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലേ, ഫേസ്, പീന്, ചീക്ക്, ഐ ഹോള്. ഇതിൽ ചീക്ക് എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഹാർഡൻ ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ ആണോ? ചീക്കിൽ വരുന്ന ആളാണ് ഹൈ ഹോളും. അപ്പോൾ അത് 2 ഭാഷ എന്ത് ചെയ്യില്ല, ഹാർഡൻ ചെയ്തിട്ടുണ്ടാവില്ല. ഇനി ടൈപ്പ് ഓഫ് പീൻ എന്ന് പറഞ്ഞാൽ ബാൾ പീൻ ഉണ്ട്, കോസ് പീൻ ഉണ്ട്, സ്ട്രൈറ്റ് പീൻ ഉണ്ട്. അത് ഓരോന്നിനും ഓരോ യൂസാണ്, നമുക്ക് നോക്കി നോക്കാം. ഇനി അടുത്ത ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ ആൻ എഞ്ചിനീയേഴ്സ് ഹാമേഴ്സ് ഈസ് സ്പെസിഫൈഡ് ബൈ ദർ വെയ്റ്റും ഷേപ്പ് ഓഫ് പീനും. അപ്പോൾ ബാൾ പീൻ ആണെങ്കിൽ എന്ത് ചെയ്യും, 1 കിലോൻ്റെ ബാൾ പീൻ ആണെങ്കിൽ 1 കിലോഗ്രാം ഓഫ് ബാൾ പിൻ. 1 കിലോഗ്രാം വരില്ല കേട്ടോ, 250 മുതൽ 750 ഗ്രാം വരെയാണ് കോമൺ ആയിട്ട് കണ്ടുവരാറുള്ളത്. ഇനി വിച്ച് പോർഷൻസ് ഓഫ് ഹാമർ ഈസ് ഹാർഡൻഡ്? നമ്മൾ പറഞ്ഞില്ലേ, ചീക്ക് ഹാർഡൻ ചെയ്യില്ല. ബാക്കി ഏതൊക്കെ പോർഷനാണുള്ളത്? ഫേസും, പീനും, ഹാൻഡിലും. ഹാൻഡിൽ പിന്നെ നമുക്കറിയാമല്ലേ, വുഡൻ കൊണ്ടാവും, മരം കൊണ്ടാണ് ഉണ്ടാക്കുക. ഇനി ദി ഡാഷ് പിൻ ഹാമർ ഈസ് യൂസ്ഡ് ഫോർ റിവെറ്റിംഗ്. കണ്ടില്ലേ, റിവെറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഏതാണ്? ബാൾ പിൻ ഹാമറാണ്. കാരണം ബാൾ പിൻ ഹാമറിൽ റിവെറ്റിങ്ങിൽ ആ റിവെറ്റിൻ്റെ ടൈല് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഹെഡാക്കി രൂപമാറ്റം വരുത്തുന്നത് നമ്മുടെ ബാൾ പിൻ ഹാമർ കൊണ്ട് ഉപയോഗിച്ചിട്ടാണ്. ഇനി കോസ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് കോസ്പിൻ ഹാമർ ഈസ് യൂസ്ഡ് ഫോർ സ്പ്രെഡിങ് ദി മെറ്റൽ ഇൻ വൺ ഡയറക്ഷൻ. കോസ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈ ഹോളിന് നേരെ ക്രോസ് ആയിട്ടായിരിക്കും, അങ്ങനെ ആലോചിച്ചാൽ മതി. ഇനി സ്ട്രെയിറ്റ് പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, കോർണറിലാണ് ഉപയോഗിക്കുക. കാരണം സ്ട്രെയിറ്റ് പിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈ ഹോളിന് നേരെ പാരലായിരിക്കും. ഓക്കെ ആണോ? ഇനി വെയിറ്റ് ഓഫ് ആൻ എഞ്ചിനീയേഴ്സ് ഹാമേഴ്സ് യൂസ്ഡ് ഫോർ മാർക്കിംഗ് പർപ്പസ്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് 250 ഗ്രാമിൻ്റെയാണ്. മാർക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എഞ്ചിനീയേഴ്സ് ഹാമർ ഉപയോഗിക്കുക. അത് ചോദ്യം കണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇഫ് സ്ട്രൈക്ക് എ ഹാർഡൻഡ് സർഫസ് വിത്ത് എ ഹാമർ. നമ്മളിപ്പോൾ ഒരു ഇരുമ്പിൻ്റെ ഒരു സർഫസ് അടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ബൗൺസ് ചെയ്യും. ഇനി അടുത്ത് പഞ്ച്, അടുത്ത ടോപ്പിക്കാണ്. പഞ്ചസ് ആർ മെയ്ഡ് ഓഫ് എന്താണ്, ഹൈ കാർബൺ സ്റ്റീൽ. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചു കണ്ടിട്ടുണ്ട്. വാട്ട് ഈസ് യൂസ് ഓഫ് പഞ്ച്? നമുക്കറിയാം, പെർമനൻറ്റ് മാർക്കിംഗ് സിമ്പിളാണ്, നോക്കേണ്ട ആവശ്യമില്ല. 44 വാട്ട് ആർ ദി 2 ടൈപ്പ് ഓഫ് പഞ്ചസ്? സെൻറ്റർ പഞ്ചുണ്ട്, പ്രിക്ക് പഞ്ചുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സെൻറ്റർ പഞ്ചുണ്ട്, പ്രിക്ക് പഞ്ചുണ്ട്, നമ്പർ പഞ്ചുണ്ട്, ഹോൾ പഞ്ചുണ്ട്, പിന്നെ ഒരു ടൈപ്പ് പഞ്ച് കൊണ്ടുണ്ട് കേട്ടോ. അതിൽ ഈ പ്രിക്ക് പഞ്ചിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഡോട്ട് പഞ്ചുണ്ട്, പിന്നെ നമ്മുടെ പ്രിക്ക് പഞ്ചുണ്ട്, പിന്നെ സെൻറ്റർ പഞ്ചുണ്ട്. 3 ടൈപ്പ് പഞ്ചുണ്ട്. PDC, പ്രിക്ക് പഞ്ച്, ഡോട്ട് പഞ്ച്, സെൻറ്റർ പഞ്ച്. ഞാൻ എന്ത് ചെയ്യുക, ഇവിടെ എഴുതാം കേട്ടോ. ഇത് ഞാൻ എന്ത് ചെയ്യുക, WPS തുറക്കാം. അപ്പോൾ 3 ടൈപ്പ് പഞ്ചുണ്ട് നമുക്ക്. അതിൽ PDC. ഈ പിയും ഡിയും കൂടി നമുക്ക് എന്ത് ചെയ്യുക, അതിനെ വിളിക്കുന്ന പേരാണ് പ്രിക്ക് പഞ്ച്. പ്രിക്ക് പഞ്ച് 2 തരത്തിലുണ്ട്. ഒന്ന് പ്രിക്ക് പഞ്ച് 30 ഡിഗ്രി, ഒന്ന് ഡോട്ട് പഞ്ച്. ബാക്കിയുള്ള ഈ പ്രിക്ക് പഞ്ചിൽ പെടാത്ത ആളാണ് ആര്, സെൻറ്റർ പഞ്ച്. ഓക്കെ ആണോ? അതിൻ്റെ എങ്ങനെ പഠിച്ചു വെക്കാൻ, സിമ്പിളായിട്ട് എങ്ങനെ പഠിച്ചു വെക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പി എന്നുള്ളിടത്ത് എന്ത് ചെയ്യുക, 30 ഡിഗ്രി ഇടുക. പ്രിക്ക് പഞ്ചിൻ്റെ ആംഗിൾ 30 ഡിഗ്രിയാണ്. ഡോട്ട് പഞ്ചിൻ്റെ ആംഗിൾ 60 ഡിഗ്രിയാണ്. പിന്നെ സെൻറ്റർ പഞ്ചിൻ്റെ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ DWC. സെൻറ്റർ പഞ്ച് 90 ഡിഗ്രി സെൻറ്റർ പഞ്ച് ഉപയോഗിക്കുന്നത് എന്താ, നമ്മളെ ഹോളൊക്കെ ഡ്രില്ല് ചെയ്യുമ്പോൾ
അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഡ്രില്ല് ഒരു മെറ്റലിൻ്റെ മുകളിൽ വെച്ച് എന്ത് ചെയ്യും, ഡ്രില്ല് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, തെന്നി പോകില്ല. തെന്നി പോകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഹോൾ സെൻറ്ററിൽ ജസ്റ്റ് ഒരു ഹോളിൻ്റെ ഒരു തുടക്കം ഒന്ന് പഞ്ച് ചെയ്യും. ഒരു ഹാനി കൊണ്ടോ അല്ലെങ്കിൽ പഞ്ചുകൊണ്ടോ നമ്മൾ എന്ത് ചെയ്യും, പഞ്ച് ചെയ്യും. അതിന് ഉപയോഗിക്കുന്ന പഞ്ചാണ് ഇത്, സെൻറ്റർ പഞ്ച്. ഇനി 60 ഡിഗ്രി ഡോട്ട് പഞ്ച് എന്തിനാണ് ഉപയോഗിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ വിറ്റ്നസ് മാർക്കിന് വേണ്ടിയിട്ടാണ്. ഇനി 30 ഡിഗ്രി പ്രിക് പഞ്ച് എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഡിവൈഡർ പോയിൻ്റൊക്കെ കറക്റ്റ് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി വാട്ട് ആർ ദി 2 ടൈപ്പ് ഓഫ് പഞ്ച് നോക്കി. ദി ആംഗിൾ ഓഫ് സെൻറ്റർ പഞ്ച് ഇതൊന്നും കണ്ടുമില്ല. സെൻറ്റർ പഞ്ച് 90 ഡിഗ്രി എന്തിനാ നമ്മൾ ഡ്രില്ലിൻ്റെ സെൻറ്ററൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ദി ആംഗിൾ ഓഫ് പ്രിക് പഞ്ച് കണ്ടോ, 60 ഡിഗ്രി 30 ഡിഗ്രി ഉണ്ട്. ഏതാ 30ഉം 60ഉം. പിയും ഡിയും എന്താണ്, പ്രിക് പഞ്ചിൻ്റെ കാറ്റഗറിയാണ്. ഇനി ദി ഡാഷ് പഞ്ച് ഈസ് യൂസ്ഡ് ഫോർ മാർക്കിംഗ് വിറ്റ്നസ് മാർക്ക്. ഡബ്ല്യു ഏതാ, ഡബ്ല്യു ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ആംഗിൾ എത്ര, 60 ഡിഗ്രി. അതിൻ്റെ മുകളിൽ ഏതാ 60 ഡിഗ്രി. അതിൻ്റെ മുകളിൽ ഏതാ ഡോട്ട് പഞ്ച്. അപ്പോൾ ആൻസർ എന്താ തന്നിരിക്കുന്നത്, 60 ഡിഗ്രി പ്രിക് പഞ്ച്. അതിനെ വിളിക്കുന്ന പേരാണ് ഡോട്ട് പഞ്ച്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഞ്ച് പഠിക്കുകയാണെങ്കിൽ ഇത് മാത്രം പഠിച്ചു വെക്കുക. PDC 30, 60, 90, DWC ഇത് മാത്രം പഠിച്ചു വെക്കുക. വേറെ ഒന്നും നിങ്ങൾ പഠിച്ചു വെക്കണ്ട. ദി ഡാഷ് പഞ്ച് ഈസ് യൂസ്ഡ് ഫോർ ലൊക്കേറ്റിംഗ് ഹോൾസ് അല്ലേ. അതായത് നമ്മൾ ഡ്രില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ ഡ്രില്ല് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിന് സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യണം. അതിന് വേണ്ടി അടിക്കുന്ന പഞ്ചാണിത്. സെൻറ്റർ പഞ്ച് 90 ഡിഗ്രി. അതും സിമ്പിളാണ്. ഇനി ദി ഡാഷ് പഞ്ച് ഈസ് യൂസ്ഡ് ഫോർ മേക്ക് ലൈറ്റ് പഞ്ച് മാർക്ക് ഫോർ പൊസിഷൻ ഓഫ് ഡിവൈഡർ. ഡി കണ്ടോ, ഡിവൈഡർ 30 ഡിഗ്രി. ഏതാ പ്രിക് പഞ്ച്, 30 ഡിഗ്രി പ്രിക് പഞ്ച്. സിമ്പിൾ അല്ലേ. അപ്പോൾ ഇത് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി ഇത് പഞ്ചസാർ മെയ്ഡ് നമ്മൾ ആദ്യം കണ്ടാണ്, ഹൈ കാർബൺ സ്റ്റീലാണ്. ഇനി വൈസ് എന്നുള്ള ചോദ്യം, വൈസ് നമുക്ക് നോക്കേണ്ട കാര്യമില്ല കേട്ടോ. വൈസ് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഹോൾഡിംഗ് ഡിവൈസാണ്. പിന്നെ എങ്ങനെയാണ് വൈസിൻ്റെ സൈസ് ഡിഫൈൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ജോയിൻ്റെ വീതി ആട്ടോ, വിടുത്താണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. വിടുത്താട്ടോ, മാറിപ്പോകും നിങ്ങൾക്ക്. കാരണം ഫസ്റ്റ് ഓപ്ഷൻ തന്നെ എന്താവും, ലെങ്ത് ഓഫ് ജോ എന്നുണ്ടാവും. ഇനി സോഫ്റ്റ് ജോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ബെഞ്ച് വൈസിൻ്റെ ഒക്കെ മുകളിൽ എന്ത് ചെയ്യും, നല്ല ഫിനിഷായ പ്രൊഡക്റ്റൊക്കെ അമർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാട് അതിന്മേൽ വീഴും. അത് വീഴാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, അലുമിനിയം കൊണ്ടൊക്കെ ഉള്ള ഒരു സോഫ്റ്റ് ജോ നമ്മൾ ഉപയോഗിക്കും. ഈ ക്വസ്റ്റ്യൻ സ്ഥിരമായി കണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി എ ക്വിക്ക് ഓപ്പണിംഗ് ടൈപ്പ് പൈപ്പ് വൈസ് ഈസ് കൺസിസ്റ്റ് ഓഫ് 2 ജോ. ക്വിക്ക് ഓപ്പണിംഗ് ടൈപ്പ് പൈപ്പ് വൈസ് ഉണ്ടാവും, 2 ജോ ഉണ്ടാവുള്ളേ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സാധാ പൈപ്പ് വൈസിന് എന്ത് ചെയ്യും, 4 ജോ ഉണ്ടാവും കേട്ടോ. വെർട്ടിക്കലാണ് അത് മൂവ് ചെയ്യുക. ദി വൈസ് വിച്ച് ഈസ് മോസ്റ്റ്ലി കോമൺലി യൂസ് ബൈ പ്ലംബർ. അത് നോക്കണ്ട, പൈപ്പ് വൈസാണ് ഉപയോഗിക്കുക. ഇനി ഇത് ഇമ്പോർട്ടൻ്റാണ്. ഇൻ പൈപ്പ് വൈസ് സ്ക്രൂ ഈസ് വേർട്ടിക്കൽ ആൻഡ് മൂവബിൾ. അതിൻ്റെ സ്ക്രൂ മുകൾക്കാണ് വർക്ക് ചെയ്യുക. ഇനി പിൻ വൈസ് കൺസിസ്റ്റ് ഓഫ് സ്മാൾ കോളറ്റ് ചക്ക് അറ്റ് വൺ ഉണ്ട്. പിൻ വൈസാണ് എന്ത് ചെയ്യുക, ഒരു ചെറിയൊരു ചക്ക അതിൻ്റെ അറ്റത്തുണ്ടാവും. അതിൽ ചെറിയ ചെറിയ സാധനങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ടൂൾ മേക്കേഴ്സ് വൈസ് ഈസ് അക്യുറേറ്റ്ലി മെഷീൻഡ്. ഇനി പിൻ വൈസ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് സ്മാൾ ഡയാമീറ്റർ വൈസ്. ഇതാണ് നമ്മൾ 58ാമത്തെ ചർച്ച ചെയ്തത്. ഇനി ഫയലിലെ ക്വസ്റ്റ്യൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഫയൽ എന്താണ്, ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടാണ്. ഇനി ലെങ്ത് ഓഫ് ഫയൽ ഈസ് ദി ഡിസ്റ്റൻസ് ഫ്രം ടിപ്പ് മുതൽ ഹീൽ വരെയുള്ള ഡിസ്റ്റൻസ് എന്താണ്, ഫയലിൻ്റെ ഡിസ്റ്റൻസ്. ടിപ്പ് ടു ഹീലാണ് ഡിസ്റ്റൻസ്. ഇത് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. ഇൻ ലോങ് ഫയൽ ദ ടീത്ത് വിൽ കട്ട് കോസറായിട്ടാണ് എന്ത് ചെയ്യുക, ലോങ് ഫയലിൽ ടീത്ത് കട്ട് ചെയ്യുക. ഇനി സിംഗിൾ കട്ട് ഫയൽസ് ആർ യൂസ്ഫുൾ ഫോർ ഫയലിംഗ് സോഫ്റ്റ് മെറ്റലിന് എന്താക്കാൻ വേണ്ടിയിട്ട് സിംഗിൾ കട്ട് ഫയൽ മതി. ഇനി റാസ്പ് കട്ട് ഫയൽ യൂസ്ഫുൾ ഫോർ ഫയലിംഗ് വുഡ്, ലെതർ. റാസ്പ് കട്ട് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ മുള്ളു പോലെ അങ്ങനെ ഉണ്ടാവും, മുള്ളു പോലത്തെ ഒരു സാധനമായിരിക്കും. റാസ്പ് ഷാർപ്പ് എന്നൊക്കെ രീതിയിൽ എന്ത് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ റാസ്പ് ഷാർപ്പ് അതെന്താണ്, ഫയലിംഗ് വുഡ്, ലെതർ. ഇനി 66 റഫ് ഫയൽ ഈസ് യൂസ്ഡ് ഫോർ റിമൂവ് റാപ്പിഡ്ലി എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റൽ. റഫ് ഫയൽ എന്താണ്, പെട്ടെന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ റഫ് ഫോർജിങ്ങിന് കാസ്റ്റിംഗ് ഒക്കെ ഇപ്പോൾ ഒരു ഫർണസിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു മൗൾഡിംഗ് ബോക്സ് നമ്മൾ എന്ത് ചെയ്തു, ഒരു അലുമിനിയത്തിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ കൊടുത്തു, അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ പൊന്തിക്കുണ്ടാവില്ലേ, അതൊക്കെ ട്രിം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് റഫ് ഫയൽ. ഇനി വാട്ട് ഈസ് ഫയലിംഗ് എന്താ, റിമൂവിങ് എക്സസ് മെറ്റീരിയലാണ്. ഇനി വൈൽ ഫയൽസ് ആർ മെയ്ഡ് ടു ഡിഫൈൻ ഷേപ്സ് ടു ഫയൽ ആൻഡ് ഫിനിഷ് കമ്പൗണ്ട് ടു ഡിഫൈൻ ഷേപ്പ്. ഇനി അടുത്തത് കാലിപ്പർ എന്നുള്ള ചോദ്യം കേട്ടോ. കാലിപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈഡറിൻ്റെ പോലെ തന്നെയാണ്, അങ്ങനത്തെ ടൂൾസാണ്. കാലിപ്പേഴ്സ് എന്തിനാ ഉപയോഗിക്കാൻ ചോദിച്ചാൽ ട്രാൻസ്ഫർ മെഷർമെൻറ്റ് ഫ്രം എ സ്റ്റീൽ റൂൾ ടു എ ജോബ്. ഇനി കാലിപ്പേഴ്സ് എങ്ങനെ ക്ലാസിഫൈ ചെയ്യുക വെച്ചാൽ അവരുടെ ജോയിൻറ്റും അവരുടെ ലെഗിൻ്റെ യൂസും. ഇനി 87 വാട്ട് ഈസ് ദി അഡ്വാൻറ്റേജ് ഓഫ് സ്പ്രിംഗ് ജോയിൻറ്റഡ് കാലിപ്പർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും, നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ ആണോ? ഇനി കാലിപ്പർ ഈ ഒരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. കാലിപ്പർ ഈസ് യൂസ്ഡ് ഫോർ എക്സ്റ്റേണൽ മെഷർമെൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഔട്ട്സൈഡ് കാലിപ്പറാണ്. പക്ഷേ ഔട്ട്സൈഡ് കാലിപ്പറാണെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ 2 ലെഗും എന്തായിരിക്കും, ഉള്ളിലോട്ടായിരിക്കും എന്ത് ചെയ്യുക, വളഞ്ഞിരിക്കുക. ഇവിടെ വരക്കെ
ഇങ്ങനെ ഉള്ളിലോട്ടാണ് എന്ത് ചെയ്യുക, ഇങ്ങനെ വളഞ്ഞിരിക്കുക. കാരണം എന്നാലേ എന്ത് ചെയ്യുള്ളൂ, നമുക്കിപ്പോൾ ഒരു സ്ക്വയറിൻ്റെ എക്സ്റ്റേണൽ മെഷർമെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, കാല് രണ്ടും ഉള്ളിലോട്ട് വളഞ്ഞിരിക്കണ്ടേ. അപ്പോൾ കാല് രണ്ടും ഉള്ളിലോട്ട് വളഞ്ഞിരിക്കുന്ന എക്സ്റ്റേണൽ മെഷർമെൻറ്റിന് ഉപയോഗിക്കുന്ന കാലിപ്പറിൻ്റെ പേരാണെന്ത്, ഔട്ട്സൈഡ് കാലിപ്പർ. ഇനി ഇൻസൈഡ് കാലിപ്പറാണ് എഴുതിക്കോ, എനിക്കിവിടെ എന്തുണ്ട്, ഇങ്ങനെ ഒരു കീ സ്ലോട്ട് ഉണ്ട്, അതിന് ഇൻസൈഡ് അളവെടുക്കണം എന്ന് എഴുതിക്കോ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ വളഞ്ഞിരിക്കണ്ടേ അല്ലേ, കാല് രണ്ടും ഇങ്ങനെ പുറത്തോട്ട് വളഞ്ഞതിൻ്റെ പേരാണെന്ത്, ഏതാണ്, ഇൻസൈഡ് കാലിപ്പർ. ഓക്കെ ആണോ. ഇനി റീഡിങ് അക്യൂറസി ഓഫ് ആൻ ഔട്ട്സൈഡ് മൈക്രോമീറ്ററിൻ്റെ അക്യൂറസി എത്ര, 0.01 മില്ലിമീറ്റർ ആണ്. അതുപോലെ തന്നെ വെർനിയർ കാലിപ്പറിൻ്റെ എത്ര, 0.02 മില്ലിമീറ്റർ ആണ്. പക്ഷേ വെർനിയർ കാലിപ്പിൻ്റെ കേസിൽ വേറൊരു ട്വിസ്റ്റ് ഇപ്പോൾ PSC കണ്ടുവരാറുണ്ട്. എന്താ, ഇങ്ങനെ തരും. അതായത് വെർനിയർ സ്കെയിൽ 0 മുതൽ 10 വരെയാണെങ്കിൽ മാത്രമാണ് തരും. അതിൻ്റെ അക്യൂറസിയാണ് എത്രയാണ്, 0.1 മില്ലിമീറ്റർ ആണ് കേട്ടോ. ആ ഒരു കേസ് കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി ഹാക്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഹാക്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടു കട്ട് മെറ്റൽ അറ്റ് ഡിഫറെൻറ്റ് സെക്ഷനിൽ എന്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ദി സെലക്ഷൻ ഓഫ് ദി ബ്ലേഡ് ഡിപ്പെൻഡ് ഓപ്പൺ, ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഷേപ്പ് ആൻഡ് മെറ്റീരിയൽ ടു ബി കട്ട്, ഈ രണ്ട് പ്രോപ്പർട്ടി നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ബ്ലേഡ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് ഫോർ സോഫ്റ്റ് മെറ്റലിന് നമ്മൾ എന്ത് ചെയ്യണം, 1.8 മില്ലിമീറ്റർ പിച്ച് ബ്ലേഡ് ഈസ് സ്യൂട്ടബിൾ. അതായത് നമുക്ക് എന്ത് ചെയ്യണം, 1.8 മില്ലിമീറ്റർ പിച്ചുള്ള ആക്സോ ബ്ലേഡ് എടുക്കണം. ഇനി ആക്സോ ബ്ലേഡ് കട്ട് ഓൺ ദി ഫോർവേഡ് സ്റ്റോക്കിൽ, അങ്ങോട്ട് തള്ളുമ്പോഴാണ് എന്ത് ചെയ്യുക, ആക്സോ ബ്ലേഡ് കട്ടെടുക്കുക. ഇനി ഫോർ കണ്ടുവിട്ട് ഷീറ്റ് മെറ്റൽ, ചെറിയ കനം കുറഞ്ഞ സാധനങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, 0.8 മില്ലിമീറ്റർ പിച്ചുള്ള ബ്ലേഡ് ഉപയോഗിച്ചാൽ മതി. ഇനി ഇതെന്നൊക്കെ സ്ഥിരമായി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ടൂൾ സ്റ്റീൽ HCS, അതിനൊക്കെ എന്ത് ചെയ്യണം, 1.4 മില്ലിമീറ്റർ പിച്ച് ഉപയോഗിക്കണം. ഇനി ആക്സോ ഫ്രെയിംസ് ആർ മെയ്ഡ് ഫ്രം മൈൽഡ് സ്റ്റീൽ. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കുക കേട്ടോ. ഇനി നെറ്റ് ആൻഡ് ബോൾട്ട് ഫാസ്റ്റ്നെസ് നമുക്ക് കുറേ ക്വസ്റ്റ്യൻ പഠിക്കാണ്ട് കേട്ടോ. നമുക്ക് നോക്കി നോക്കാം. സ്നിപ്പ് നമ്മൾ ഷീറ്റ് മെറ്റൽ പഠിക്കണതാണ്. കട്ടിങ് ടൂൾ ഫോർ കട്ടിങ് തിൻ ഗേജ് ഷീറ്റ്, കനം കുറഞ്ഞ ഷീറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്നിപ്പ്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡോംഡ് ക്യാബിനറ്റ് അല്ലെങ്കിൽ ക്യാബിനറ്റ് ഈസ് യൂസ്ഡ് വേർ ബോൾട്ട് ആൻഡ് നെറ്റ് ആൻഡ് ത്രെഡ് ആർ ടു ബി പ്രൊട്ടക്റ്റഡ് ഇഫ് ഫ്രം ഡാമേജ്. നമ്മൾ കുഞ്ഞു കുട്ടികളുടെ സൈക്കിളിൻ്റെ ആ അറ്റൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, ഒരു തൊപ്പി പോലെ ഉണ്ടാവില്ലേ, അത് രണ്ട് കേസുണ്ട്. ഒന്ന് നമ്മൾ സേഫ്റ്റിയും അതുപോലെ തന്നെ ത്രെഡ് ഡാമേജ് ആവാതിരിക്കാനുള്ള സേഫ്റ്റിയും രണ്ടും നോക്കൂ കേട്ടോ. അതിനുപയോഗിക്കാനാണ് ഇത് ഡോംഡ് ക്യാബിനറ്റ്. ഇനി തമ്പ് ഈസ് യൂസ്ഡ് ഫോർ ഫ്രീക്വൻറ്റ് റിമൂവൽ ആൻഡ് ഫിക്സിങ് ഈസ് റിക്വേർഡ്. നമ്മൾ വിഗ്നെറ്റൊക്കെ കണ്ടില്ല ആക്സോ ബ്ലേഡിൻ്റെ, അതുപോലെയാണ് തമ്പ് നെറ്റ് എന്ന് വിചാരിച്ചിരിക്കുക. ഇനി ദി മോസ്റ്റ് കോമൺലി യൂസ്ഡ് നെറ്റ് ഫോർ സ്ട്രക്ചറൽ മെഷീൻ ടൂൾ ബിൽഡിംഗ് ഏതാണ്, ഹെക്സഗണൽ നെറ്റാണ്. ഇനി സെൽഫ് ലോക്കിംഗ് സർവീസസ് ആസ് ലോക്കിംഗ് ഡിവൈസ്. സെൽഫ് ലോക്കിംഗ് നെറ്റ് എന്നതാണ് ഒരു ലോക്കിംഗ് ഡിവൈസ് ആയിട്ടാണ് എന്ത് ചെയ്യും, ആക്ട് ചെയ്യും. സെൽഫ് ലോക്കിംഗ് നെറ്റ് ആർ നോട്ട് യൂസ്ഡ് വിത്ത് സ്റ്റഡ് കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, സെൽഫിൽ ലോക്കിംഗ് നെറ്റ് ഉപയോഗിക്കാൻ പാടില്ല. 168 ടി നെറ്റ് ആർ യൂസ്ഡ് അലോങ് വിത്ത് സ്റ്റഡ് ഓൺ മെഷീൻ ടൂൾ ഫിക്സിംഗ്. വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യം കേട്ടോ. ഇനി അടുത്തത് ദി നോമിനൽ സൈസ് ഓഫ് സ്പ്ലിറ്റ് പിൻ ഈസ് ഡയാമീറ്റർ ഓഫ് ദി ഹോൾ. നമ്മൾ ഫാൻ്റെ ഒക്കെ സ്പ്ലിറ്റ് പിൻ ഇടൂലേ, അതിൻ്റെ എങ്ങനെ സ്പെസിഫൈ ചെയ്യുക, അതിൻ്റെ നോമിനൽ സൈസ് എങ്ങനെ കടയിൽ പോയി ചോദിക്കുക, എന്നാണ് ഡയാമീറ്റർ ഓഫ് ദി ഹോളാണ് നമുക്ക് നോക്കുക. ഇനി സ്പ്രിംഗ് വാഷേഴ്സ് ആർ അവൈലബിൾ വിത്ത് സിംഗിൾ ഓർ ഡബിൾ കോയിൽ എന്ത് ചെയ്യുക, സ്പ്രിംഗ് വാഷർ അവൈലബിൾ ആണ്. ഇനി ഹെക്സഗണൽ നെറ്റ് ഈസ് യൂസ്ഡ് ഇൻ മെഷീൻ ബിൽഡിംഗ് ആൻഡ് സ്ട്രക്ചർ വർക്ക്, നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തു. ഇനി വിങ് നെറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഫ്രീക്വൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ടു ബി മെയ്ഡ്. വിങ് നെറ്റ് എന്താ, ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് തുറക്കാൻ ചെയ്യണമെങ്കിൽ വിങ്ങോ അല്ലെങ്കിൽ തമ്പ് നെറ്റോ ഉപയോഗിക്കാം. ഇനി സ്ക്വയർ നെറ്റ് ഈസ് യൂസ്ഡ് ഇൻ കോച്ച് ബിൽഡിംഗ് ഉപയോഗിക്കുന്നതാണ് സ്ക്വയർ നെറ്റാണ്. ഇനി റിവെറ്റ് കേട്ടോ, റിവെറ്റിംഗ് ഒരു പെർമനൻറ്റ് ജോയിൻ്റ് ആണ് കേട്ടോ. റിവെറ്റിംഗ് എന്താ, സെമി പെർമനൻ്റ് അല്ല, റിവെറ്റിംഗ് എന്താണ്, പെർമനൻറ്റ് ജോയിൻ്റ് ആണ് കേട്ടോ. ഒരു ഡൗട്ടും വേണ്ട, കാരണം എന്ത് ചെയ്യും, നമുക്ക് ഡാമേജ് ആകുമ്പോൾ കേസൊക്കെ നമുക്കൊന്ന് ആലോചിച്ചാൽ മതി. ഇനി റിവെറ്റ് ആർ ഫാസ്റ്റനേഴ്സ് യൂസ്ഡ് ഫോർ ജോയിനിങ് മെറ്റൽ ഷീറ്റ് ആൻഡ് പ്ലേസ് ഇൻ ഫാബ്രിക്കേഷൻ വർക്ക്. സിമ്പിളാണ്. ഇനി ഈ ഒരു ചോദ്യം പഠിച്ചു വെക്കാം കേട്ടോ. സ്നാപ്പ് ഹെഡ് റിവെറ്റ് ആർ മോസ്റ്റ് കോമൺലി യൂസ്ഡ് സ്ട്രക്ചറൽ വർക്ക്. ഇതാണ് കീവേഡ്. സ്ട്രക്ചറൽ വർക്കിന് ഉപയോഗിക്കുന്നത് ഏതാണ്, സ്നാപ്പ് ഹെഡ്. യെസ് അങ്ങനെ വിചാരിച്ചു. ഷിപ്പ് ബിൽഡിംഗ് നമ്മൾ നോക്കും കേട്ടോ, ഷിപ്പ് ബിൽഡിംഗ് നമ്മൾ നോക്കും. ഇനി പാൻ ഹെഡ് എവിടെ, വെരി സ്ട്രോങ് ആണ്. ഇനി പാൻ ഹെഡ് എവിടെ ഉപയോഗിക്കുക, ഹെവി കൺസ്ട്രക്ഷൻ വർക്കിനാണ് ഉപയോഗിക്കുന്നത് പാൻ ഹെഡ്. ഇനി കൗണ്ടർ സങ്ക് റിവെറ്റ് ഈസ് മെയിൻലി യൂസ് ഇൻ ഫാബ്രിക്കേഷൻ. കൗണ്ടർ സങ്ക് കാരണം എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ ഹെഡ് എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്തേക്ക് തള്ളിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ഒരു കുഴി കുഴിച്ചിട്ട് ഇറക്കി വെക്കണ പോലെ നിങ്ങൾ വിചാരിച്ചേക്കുക. നമ്മൾ ടൈം നോക്കുന്നത് ഇത്രയും ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനാണ് ചോദിക്കുക, ഇതിന് ഏത് ചോദിക്കുന്ന ഒരു ഐഡിയ ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളൊന്നും വിചാരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, പഠിക്കുക. ഇനി സ്റ്റാൻഡേർഡ് കൗണ്ടർ സങ്ക് ഹെഡ് ഹാസ് ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, മുൻപ് ചോദിച്ചിട്ടുണ്ട്. ഇനി മഷ്റൂം ഹെഡ് റിവെറ്റ് ആർ യൂസ്ഡ് ടു റെഡ്യൂസ് ദി ഹൈറ്റ് ഓഫ് ദി റിവെറ്റ് ഹെഡ് അബൌട്ട് ദി മെറ്റൽ സർഫസ്. ഓക്കെ ആണോ. ഇനി അതിന് ഉപയോഗിക്കുന്നതാണ് മഷ്റൂം ഹെഡ്.
ഇനി ഫ്ലാറ്റ് ഹെഡ് റിവറ്റ് ആർ യൂസ്ഡ് ഇൻ വെരി തിൻ ഷീറ്റ് മെറ്റൽ വർക്ക്. അതിൻ്റെ ഹെഡ് ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ചെറിയൊരു സാധനം ഉണ്ടാവുള്ളൂ, ഫ്ലാറ്റ് ഹെഡ് എന്ന് പറയും. ഇനി ദി ലെങ്ത് ഓഫ് ദി റിവറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദി ഷാങ്ക് ലെങ്ത്. ഷാങ്ക് ലെങ്ത് പറഞ്ഞാൽ എന്ത് ചെയ്യും, റിവറ്റ് ഇങ്ങനെ ആയിരിക്കും, റിവറ്റ് ഇവിടെ ഇങ്ങനെ ഉണ്ട് കേട്ടോ, ഇങ്ങനെയാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഷാങ്ക് കേട്ടോ. ഇനി ലാർജ് ഡയമീറ്റർ റിവറ്റ് ആർ യൂഷ്വലി ഹോട്ട് വർക്ക് ഉപയോഗിച്ചാണ് ലാർജ് ഡയമീറ്റർ. ഈ രണ്ട് ഫോർമുല നിങ്ങൾ പഠിച്ചു നോക്കുക. D = 1/2T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, യൂസ് ഫോർ ഡിറ്റർമൈൻ ദി ഡയമീറ്റർ ഓഫ് ദി റിവറ്റ് ആണ്. ഇനി ലെങ്ത് എങ്ങനെ നോക്കുകയെന്ന് വെച്ചാൽ T+-D ആണ്. ഇത് സ്നാപ്പ് ഹെഡിനും എല്ലാം വ്യത്യാസമായിരിക്കും. സ്നാപ്പ് ഹെഡിൻ്റെ കേസ് എന്താ, L = T+1.5D. ഈ T എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ ഉപയോഗിക്കുന്ന ഷീറ്റിൻ്റെ ഒക്കെ തിക്നെസ് ആണ് കേട്ടോ. ഇനി സിഗ്സാഗ് റിവറ്റിംഗ് എവിടെ ഉപയോഗിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ദി ട്രയാങ്കുലർ ഫോർമേഷൻ ഓഫ് റിവറ്റ് പ്ലേസ്മെൻറ്റ് ഈസ് കോൾഡ്. ഇപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ഇങ്ങനെ വെച്ചു, ഒരു റിവറ്റ് ഇവിടെ വെച്ചു, ഒരു റിവറ്റ് ഇവിടെ വെച്ചു, ഒരു റിവറ്റ് ഇവിടെ വെച്ചു, അങ്ങനെ വിളിക്കുന്നതിൻ്റെ പേരാണെന്ത്, സിഗ്സാഗ് കേട്ടോ. ഇനി ഡ്രിഫ്റ്റ് എന്താ, ഡ്രിഫ്റ്റും ഡോളി എല്ലാം ചോദിച്ചിട്ടുണ്ട്. ഡ്രിഫ്റ്റ് ഈസ് യൂസ്ഡ് ടു അലൈൻ ഹോൾസ് ടു ബി റിവറ്റഡ്. അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഹോൾസ് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഡ്രിഫ്റ്റ് ഉപയോഗിക്കുക കേട്ടോ. ഇനി ചിസലൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ചോദ്യം വളരെ, ഇത് നമ്മൾ പഠിക്കണം, എന്തായാലും പഠിക്കണം. കാരണം വെൽഡിംഗ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ടൂൾസ് എവിടെയാണ് എന്ന് നമുക്ക് അറിയില്ല, എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക എന്നറിയില്ല. പക്ഷേ ഇതെന്ന് എന്തായാലും ചോദിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയേക്കാം. 255 ക്വസ്റ്റ്യൻ, 255 വാട്ട് ഈസ് ഓക്സി അസറ്റ്ലിൻ വെൽഡിങ്. ഒരു ഗ്യാസ് വെൽഡിംഗ് ആണ് കേട്ടോ. എന്താ ഉപയോഗിക്കുക, ഓക്സിജൻ്റെയും അസറ്റ്ലിൻ്റെയും മിക്സ്ചറാണ് ഉപയോഗിക്കുക. 256 ഡാഷ് സിലിണ്ടേഴ്സ് ആർ പെയിൻറ്റഡ് ഇൻ ബ്ലാക്ക് കളർ. ബ്ലാക്ക് ആണെങ്കിൽ എന്താ വിചാരിച്ചോ, ഓക്സിജൻ ആണ് വിചാരിച്ചോട്ടോ. ഓക്സിജൻ അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ബ്ലാക്കായി മരിച്ചു പോകുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഓക്സിജൻ O2 ബ്ലാക്ക്. അപ്പോൾ മറൂൺ എന്തായിരിക്കും, അസറ്റ്ലിൻ ആയിരിക്കും കേട്ടോ. മറൂൺ എന്തായിരിക്കും, അസറ്റ്ലിൻ ആയിരിക്കും. ഇനി ഈ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ്. ഇതെല്ലാം എന്ത് ചെയ്യുക, പഠിക്കുക. വേറെ ഒരു വർത്താനം ഇല്ല, അങ്ങനെ തന്നെ വിചാരിച്ചു വെക്കുക. കാരണം 257 കപ്പാസിറ്റി ഓഫ് ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. 7 m³ ആണ് എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിലുള്ള കപ്പാസിറ്റി. എത്ര തവണ ചോദിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. ഇനി ഇതും ചോദിച്ചിട്ടുണ്ട്. പ്രഷർ റേഞ്ചിങ് ഓഫ് ഓക്സിജൻ സിലിണ്ടർ എത്രയാണ് പ്രഷർ റേഞ്ച്, 120 മുതൽ 150 kg/cm². ഒരു സെൻറ്റിമീറ്റർ സ്ഥലത്തെടുത്താൽ അതിൽ എത്ര കിലോമീറ്റർ ഉണ്ടാവും, 120 മുതൽ 150 kg വരെ നമുക്ക് എന്ത് ചെയ്യുക, പ്രഷർ കൊടുക്കുക. ഇനി കപ്പാസിറ്റി ഓഫ് അസറ്റ്ലിൻ ഗ്യാസ് അത് 7 ആണെങ്കിൽ എന്ത് ചെയ്യും, അസറ്റ്ലിൻ ഏതായിരിക്കും, 6 m³. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയില്ലേ. അപ്പോൾ വലുതാരായിരിക്കും, കത്താൻ കൂടുതൽ വരേണ്ട ആളാരാ, ഓക്സിജൻ ആണ് വിചാരിച്ചേക്കുക. ഇനി പ്രഷർ ഓഫ് റേഞ്ചിങ് ഓഫ് അസറ്റ്ലിൻ സിലിണ്ടറിൻ്റെ പ്രഷർ കണ്ടോ, ഇത് 120 ആണ്. അപ്പോൾ അതിൻ്റെ പ്രഷർ എന്തായിരിക്കും, കുറവായിരിക്കും, 15 to 16 kg/cm². പഠിക്കാൻ എളുപ്പം. ഏറ്റവും കൂടുതൽ വേണ്ട എന്താണ്, കത്താൻ സഹായിക്കുന്ന ആളായ ഓക്സിജൻ ആണ്. അത് പ്രഷറിൻ്റെ കേസിലാണെങ്കിലും വോളിയത്തിൻ്റെ കേസിലാണെങ്കിലും പഠിച്ചു വെച്ചോ. 262 ഓക്സിജൻ പ്രഷർ റെഗുലേറ്റർ ഈസ് യൂസ് ടു റെഡ്യൂസ് ദി ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ പ്രഷർ. കാരണം 120 അല്ലേ, അതിനെന്ത് ചെയ്യണം, നമ്മൾക്ക് ഈ അന്തരീക്ഷത്തിൽ വരുന്ന പ്രഷർ ആവണ്ടേ, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മളെന്ത് ചെയ്യും, ഓക്സിജൻ പ്രഷർ റെഗുലേറ്റർ ഉപയോഗിക്കും. ഇനി 263 ത്രെഡഡ് കണക്ഷൻസ് ഓഫ് ഓക്സിജൻ പ്രഷർ റെഗുലേറ്റർ 1. അതായത് ഓക്സിജൻ ആണെങ്കിൽ എന്ത് ചെയ്യും, റൈറ്റ് ഹാൻഡ് ത്രെഡ് ആയിരിക്കും. മറ്റേ അസറ്റ്ലിൻ എന്തായിരിക്കും, ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കും. കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകില്ലേ, ഇതിൻ്റെ ഓസ് മാറിപ്പോവും, അതിൻ്റെ ഓസ് മാറിപ്പോവും. അതിന് കൊടുക്കുന്ന 2 അറേഞ്ച്മെൻറ്റാണ്, 2 കളർ കൊടുക്കും, ബ്ലാക്കും മറൂണും കൊടുക്കും. ബ്ലാക്ക് ഓക്സിജന്, മറൂൺ അസറ്റ്ലിന്. അതുപോലെ തന്നെ ത്രെഡ് റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓക്സിജന് കൊടുക്കും, ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, അസറ്റ്ലിന് കൊടുക്കും. മറക്കരുത്. ഫോർ ക്വിക്ക്ലി ഐഡൻറ്റിഫൈ ദി അസറ്റ്ലിൻ റെഗുലേറ്റർ. ഇതൊക്കെ ചെയ്താൽ എന്ത് ചെയ്യും, മാറിപ്പോയില്ലേ. മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെയ്യും കൂടി കൂടും. എന്ത് ചെയ്യും, നമ്മൾ അസറ്റ്ലിൻ്റെ സിലിണ്ടറിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, ഒരു ഗ്രൂവ് ഇങ്ങനെ കട്ട് ചെയ്യും. ആ സിലിണ്ടറിൻ്റെ നെറ്റിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, ഒരു ഗ്രൂവ്, ഒരു ചാൽ ഇങ്ങനെ കട്ട് ചെയ്യും. അപ്പോൾ പിന്നെ ഒരിക്കലും മാറിപ്പോയില്ല. എ ഗ്രൂവ് ഈസ് കട്ട് അറ്റ് ദി കോർണേഴ്സ് ഓഫ് ദി നെറ്റ്. അസറ്റ്ലിൻ്റെ കേസ് കേട്ടോ, അസറ്റ്ലിനാണ്, മാറിപ്പോരുത്. 266 കളർ ഓഫ് ഹോസ് പൈപ്പ് വിച്ച് ഈസ് ക്യാരി ഓക്സിജൻ. എന്താണ്, മാറുന്ന ബ്ലാക്കാണ്. സിലിണ്ടറിൻ്റെയും ഓസിൻ്റെയും കേസ് അത് തന്നെ കേട്ടോ. അസറ്റ്ലിൻ ഹോസ് യൂണിറ്റ്സ് ആവും എ ഗ്രൂവ് കട്ട് ഓൺ ദി കോർണർ. ഇതേപോലെ എന്ത് ചെയ്യും, ഇതേപോലെ ഫുള്ള് ഉണ്ടാവില്ല കേട്ടോ, ഇവിടെ ഓരോ കോർണറിൽ എന്ത് ചെയ്യും, ഗ്രൂവ് കെട്ടി ഉണ്ടാവും. ഹെക്സഗൺ നെറ്റാണെങ്കിൽ എന്ത് ചെയ്യും, 6 കോർണർ ഉണ്ടാവില്ല അതിൽ കേട്ടോ. ഇനി അസറ്റ്ലിൻ 260 ടു പ്രൊട്ടക്ട് ഫ്രം ഫ്ലാഷ് ബാക്ക് ആൻഡ് ബാക്ക് ഫയർ ഡ്യൂറിങ് മെൽഡിങ് എ നോൺ റിട്ടേൺ ഡിസ്ക് ഫിറ്റഡ് ഇൻസൈഡ് ദി ബ്ലോ പൈപ്പ്. അതായത് ഈ ബ്ലാക്ക് ഫയറിൻ്റെയും ഫ്ലാഷ് ബാക്കിൻ്റെ ഒക്കെ കേസിൽ PSC ചോദിക്കുന്ന പ്രൊസീജിയർ കേട്ടോ. ആദ്യം ഏതാണ് വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കുക, ആദ്യം ഏത് ഗ്യാസ് റെഗുലേറ്ററാണ് ഷട്ട് ഓഫ് ചെയ്യുക എന്നാണ് നമുക്ക് നോക്കാം.
ബ്ലോ പൈപ്പ് ആൻഡ് നോസിൽ യൂസ് ടു കൺട്രോൾ ആൻഡ് മിക്സ് ഓക്സിജൻ ആൻഡ് അസിലിൻ ഗ്യാസ്. സിമ്പിളാണ്. ദി സൈസ് ഓഫ് നോസിൽ വേരീസ് അക്കോർഡിംഗ് ടു, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഏതായിരിക്കും? തിക്നെസ് ഓഫ് ദി പ്ലേറ്റ് ടു ബി വെൽഡഡ്. ഇനി 271 നോക്കിക്കോളി. ആക്ഷൻ സ്റ്റാർട്ട് വെൻ, എന്താണ്? സേഫ്റ്റി ആൻഡ് ആൾവേസ് യൂസ് ട്രോളി ടു ക്യാരി ഗ്യാസ് സിലിണ്ടേഴ്സ്. ആൾവേസ് കീപ് ദി സിലിണ്ടർ അപ്രൈറ്റ് ചോദിച്ചിട്ടുണ്ട്. ആൾവേസ് ക്രാക്ക് ദി സിലിണ്ടർ വാൽവ് ടു ക്ലീൻ ദി വാൽവ്. ഇതെന്താ ക്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യും, അതിൻ്റെ വാൽവ് എന്ത് ചെയ്യും, ഒന്ന് തുറന്ന് പെട്ടെന്ന് തുറന്ന് നടക്കും. അപ്പോൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ചളിയും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ അന്തരീക്ഷത്തൊക്കെ പൊയ്ക്കോളും. പിന്നെ നമ്മൾ ഫിറ്റ് ചെയ്യണ ഹോസിൽ കുടുങ്ങൂല, നമ്മൾ ഫിറ്റ് ചെയ്യുന്ന റെഗുലേറ്ററിൽ കുടുങ്ങൂല, ഒന്നും കുടുങ്ങൂല. ഓക്കെ ആണോ? അതിന് വേണ്ടി ക്രാക്കിങ് കേട്ടോ ചോദിച്ചിട്ടുണ്ട് മാറിപ്പോകട്ടോ. ക്രാക്കിങ് ചോദിച്ചിട്ടുണ്ട്. 275 ആൾവേസ് റിമെമ്പർ ദി ഓക്സിജൻ കണക്ഷൻ ഈസ്, എന്താണ്? റൈറ്റ് ഹാൻഡ് ത്രെഡഡ്. അതുപോലെ തന്നെ അസിലീൻ എന്നാൽ ലെഫ്റ്റ് ഹാൻഡ്. ആൻസറൊക്കെ നിങ്ങൾ പറയേണ്ട കാര്യമാണ് വന്നിട്ട്, കാരണം നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്താണ്. ഇനി ഇൻ ദി ഇവൻറ്റ് ഓഫ് ബാക്ക് ഫയർ ഷട്ട് ഓഫ് ഓക്സിജൻ ബ്ലോ പൈപ്പ് വാൽവ് ഫസ്റ്റ്. ഇനി വൈൽ എക്സ്റ്റിങ്വിഷ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുക? അസിലീൻ വാൽവ് ഗോസ് ഫസ്റ്റ്. ഈ 2 ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബ്ലോ പൈപ്പ് ഇഗ്നേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുക? സ്പാർക്ക് ലൈറ്റർ ഉപയോഗിക്കുക. ഇനി എന്താണ് ഫ്ലാഷ് ബാക്ക്, എന്താണ് ബാക്ക് ഫയർ? അറ്റ് സർട്ടൺ ടൈംസ് ഡ്യൂറിങ് ഫ്ലെയിം ഇഗ്നിഷൻ ഇൻ ഗ്യാസ് വെൽഡിങ് എക്സ്പ്ലോഷൻ ഓഫ് ദി ഫ്ലെയിം ഒക്കേഴ്സ് അറ്റ് ദി ടോർച്ച് ടിപ്പ്. അതിനെ വിളിക്കുന്ന പേരാണ് ബാക്ക് ഫയർ. നമ്മൾ കത്തിക്കുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. ആ പൊട്ടിത്തെറി ചിലപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വേണമെങ്കിൽ പിന്നിക്ക് വരാം, അത്രയുള്ളേ. ഇനി നോക്കിക്കോ, ഫ്ലാഷ് ബാക്ക് നോക്കിക്കോ, എ ഷാർപ്പ് സ്ക്യൂലിംഗ് സൗണ്ട് എന്നൊരു സൗണ്ട് ഉണ്ടാവും. കാരണം ഉള്ളിൽ കൂടെ ആ ഓസിനുള്ളിൽ കൂടെ കത്തണത് നമുക്ക് ചെവി കൂടെ കേൾക്കാം. ഇൻസൈഡ് ദി ബ്ലോ പൈപ്പ് മേ ബി ഹേർഡ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഫ്ലാഷ് ബാക്ക്. ഓക്കെ ആണോ? ഇനി വെൽഡിങ് ടെക്നിക്ക്, അയ്യോ. ഇനി ലെഫ്റ്റ് വാർഡ് വെൽഡിങ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ്? ഫോർ ഹാൻഡ് കേട്ടോ. ഇനി റൈറ്റ് വാർഡാണെങ്കിൽ എന്ത് ചെയ്യും? ബാക്ക് ഹാൻഡ്. ഇതിൻ്റെ ഒരു വീഡിയോ കണ്ടു ഞങ്ങൾക്ക് സിമ്പിളാണെന്ന് വിചാരിക്കും. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ എന്ത് ചെയ്യും, വലത് കൈയോടെ വെൽഡ് ചെയ്യാല്ലേ. വലത് കൈ എന്ത് ചെയ്യും, നമ്മൾ വെൽഡ് ചെയ്യുന്ന സാധനത്തിൻ്റെ തുടക്കത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, ഇടത്തോട്ട് ഇങ്ങനെ വരും അല്ലേ. അതായത് ഫോർ ഹാൻഡ് എന്ന് പറയുമ്പോൾ വലത് കയ്യിൽ വെക്കുമ്പോൾ എന്ത് ചെയ്യും, എങ്ങോട്ടോ വരിക, വെൽഡ് ചെയ്തിട്ട് എങ്ങോട്ടോ വരിക. ഞാൻ വരച്ച് കാണിച്ചു തരാം. ക്ലാസ് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ നിങ്ങൾക്ക് ഈ എക്സാമിൻ്റെ തലേ ദിവസം ക്ലാസ് എടുക്കുന്നത് മോശം എഴുതിയില്ല. ഇപ്പോൾ ഇത് വെൽഡ് കാർഡാണ് എഴുതിക്കും. ഇവിടുന്ന് ഞാൻ എങ്ങോട്ടാണ് വരിക, ഇങ്ങോട്ടാണ് വരിക. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ലെഫ്റ്റ് വാർഡ് അല്ലെങ്കിൽ ഫോർ ഹാൻഡ്. ഇനി ബാക്ക് ഹാൻഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, റൈറ്റ് വാർഡ്. നേരെ ഓപ്പോസിറ്റാണ് ചെയ്യാം. ഇനി മോസ്റ്റ് വൈഡ്ലി നമ്മളിത് ഉപയോഗിക്കുക അല്ലേ, ഞാൻ ഈ പറഞ്ഞ പോലെ വലത് കയ്യിൽ വെച്ചിട്ടല്ലേ, അതാണ് ലെഫ്റ്റ് വാർഡാണ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഫോർ ഹാൻഡ്. ഇനി 284 ഇൻ ലെഫ്റ്റ് വാർഡ് വെൽഡിങ് ടെക്നിക് ബ്ലോ പൈപ്പ് ഈസ് ഹെൽഡ് അറ്റ് ആൻ ആംഗിൾ. ഞാൻ എന്താ വലത് കൈയിൽ ബ്ലോ പൈപ്പ് എങ്ങനെ പിടിക്കുക? 60 മുതൽ 70 ഡിഗ്രി സെൽഷ്യസിലാണ് വലിക്കുക. ബ്ലോ പൈപ്പ് പറഞ്ഞാൽ ഗ്യാസിൻ്റെ പൈപ്പ്. അതെന്ത് ചെയ്യും, 60 മുതൽ 70 ഡിഗ്രിയിലാണ് പിടിക്കുക. ഓക്കെ ആണോ? എന്നിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ നീക്കി വരിക ചെയ്യാം. ഇനി പക്ഷേ ലെഫ്റ്റ് വാർഡ് വെൽഡിങ്ങിൽ ഫില്ലർ റോഡ് ഞാൻ എങ്ങനെ പിടിക്കുക? ഇത് 60-70, ഫില്ലർ റോഡ് എത്ര പിടിക്കുക? 30 ഡിഗ്രിയിലാണ് പിടിക്കുക. ഓക്കെ ആണോ? 30 ഡിഗ്രിയിൽ എന്ത് ചെയ്യും, ഫില്ലർ റോഡ് ഒരു സൈഡിൽ നിന്ന് പിടിക്കും. 60 ഡിഗ്രിയിൽ എന്ത് ചെയ്യും, ബ്ലോ പൈപ്പ് ഇങ്ങനെ പിടിക്കും. ഇനി റൈറ്റ് വാർഡിലാണെങ്കിൽ എന്ത് ചെയ്യും, റൈറ്റ് വാർഡിലാണെങ്കിൽ ബ്ലോ പൈപ്പ് ഈസ് ഹെൽഡ്. ബ്ലോ പൈപ്പ് എത്രയാണ്? 40 മുതൽ 50, 70 വരെ ഒന്നും നിൽക്കില്ല, 60-70 നിൽക്കില്ല. ഓക്കെ ആണോ? ഇനി എബവ് 5 മില്ലിമീറ്റർ തിക്നെസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യണം, റൈറ്റ് വാർഡ് ചെയ്യണം. ഈ ഒരു ക്വസ്റ്റിന് ചോദിച്ചുകൊണ്ട് കേട്ടോ, 286 ചോദിച്ചുകൊണ്ടുണ്ട്. ഫില്ലർ റോഡ് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ചോദിക്കുമെന്ന് എനിക്ക് തോന്നിയില്ല, ചോദിക്കില്ല, അതൊന്നും ചോദിക്കില്ല കേട്ടോ. ഇനി സോൾഡറിങ് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് നോക്കാം. സോൾഡറിങ് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് മെറ്റൽ ആർ ജോയിൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അനദർ അലോയ് വിത്തൗട്ട് ഹീറ്റിംഗ് ബേസ് മെറ്റൽ. ബേസ് മെറ്റൽ നമ്മൾ എന്തില്ല, സോൾഡറിങ്ങിൽ ഹീറ്റ് ചെയ്യില്ല. പിന്നെ 450 ഡിഗ്രിയുടെ മുകളിലാണെങ്കിൽ നമ്മൾ ആ സോൾഡറിനെ വിളിക്കുന്ന പേരാണെന്ത്, ബ്രേസിങ്. ഇനി വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് സോൾഡേഴ്സ്? സോഫ്റ്റ് സോൾഡർ ആണെങ്കിൽ എന്ത് ചെയ്യും, ബിലോ 450 ഡിഗ്രി മെൽറ്റിംഗ് പോയിന്റ്. ഹാർഡ് സോൾഡർ ആണെങ്കിൽ എന്ത് ചെയ്യും, 450 ഡിഗ്രി മുകളിലായിരിക്കും. ഇനി സോഫ്റ്റ് സോൾഡേഴ്സ് ആർ മെയിൻലി കമ്പോസ്ഡ് ഓഫ് ടിൻ ആൻഡ് ലെഡ് ഇൻ ദി റേഷ്യോ ഓഫ്. അത് ഒരുപാട് പഠിക്കാണ്ട് കേട്ടോ, നമ്മൾ ഏതോ ഒരു ജൂനിയർ സ്റ്റെറ്ററിൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇനി 1:1 ആണ് എന്ത് ചെയ്യുക, ആ സോൾഡറിന് ഉപയോഗിക്കുക കേട്ടോ. 302 ടിന്നിൽ ലഡു കേട്ടോ. വിച്ച് ആർ ദി കോമ്പോസിഷൻ ഓഫ് ഫില്ലർ റോഡ് ഓഫ് ബ്രേസിങ്? ബ്രേസിങ്ങിൽ ഫില്ലർ റോഡിൽ ഏതാ ഉണ്ടാവുക, കോപ്പറും സിങ്കും ടിന്നും ഉണ്ടാവും. ഓക്കെ ആണോ? ചോദിച്ചിട്ടുണ്ട്. 303 വിച്ച് ആർ ദി കോമ്പോസിഷൻ ഓഫ് ഫില്ലർ മെറ്റൽ ഫോർ സിൽവർ ബ്രേസിങ്ങിന് എന്താ ഉപയോഗിക്കുക? സിൽവർ കോപ്പർ അലോയ് ആണ് ഉപയോഗിക്കുക കേട്ടോ, അതും ചോദിച്ചിട്ടുണ്ട്. പ്യൂർ മെറ്റൽസ് ഓഫ് അലോയ്സ് ആണ് എന്ത് ചെയ്യുക, സോൾഡറായിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഇനി സോൾഡറിങ് അയേൺ അല്ലേ, സോൾഡറിങ് ആ സാധനം ഉണ്ടല്ലോ, പെട്ടെന്ന് ചൂടാണ് സാധനം എന്താ ഉപയോഗിക്കുക, കോപ്പർ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടാവും കേട്ടോ. ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സോൾഡറിങ് അയേണിൽ അല്ലെങ്കിൽ സോൾഡറിങ് ഹെഡ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി യൂസ്ഡ് ഫ്ലക്സ്, സിങ്ക് ക്ലോറൈഡാണ് എന്ത് ചെയ്യുക, കോപ്പർ ഷീറ്റിന് വേണ്ടിയിട്ട് ഫ്ലക്സ് ആയിട്ട് ഉപയോഗിക്കുക. ഇനി സ്റ്റീൽ ഷീറ്റിനായിട്ട് ഫ്ലക്സ് ആയിട്ട് ഉപയോഗിക്കുക അമോണിയം ക്ലോറൈഡാണ്. ഇനി ബ്രേസിങ് ആണ് കേട്ടോ. ബ്രേസിങ്ങിന് ഈ 309 ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രേസിങ്ങിൽ ഫില്ലർ കോട്ടിനെ വിളിക്കുന്ന പേരാണെന്ത്, സ്പെൽട്ടർ.
ഫില്ലർ റോഡിനെ വിളിക്കുന്ന പേരാണ് സ്പെൽട്ടർ. ഇനി മെറ്റൽ വിച്ച് കണ്ടെയ്ൻ അയേൺ ആസ് എ മേജർ കണ്ടൻറ്റ് എന്താ അറിയാം, സിമ്പിൾ ചോദ്യമാണ്, പഠിക്കേണ്ട ആവശ്യമില്ല. കാസ്റ്റ് ആൻഡ് പൈപ്പ് ആർ മെയ്ഡ് ഓഫ്, പഠിക്കേണ്ട ആവശ്യമില്ല. ബ്രാസീസ് എന്ന പഠിക്കേണ്ട ആവശ്യമില്ല. ബോൺസും പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവർക്കും അറിയാമല്ലേ. ഇനി ഫ്ലക്സ് റിമൂവ് ഓക്സൈഡ് ഫ്രം ദി സോൾഡിങ് സർഫസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ഇനോർഗാനിക് ഫ്ലക്സസ് ആർ അസിഡിക് ആൻഡ് കെമിക്കലി ആക്റ്റീവ് ആയിരിക്കും ഇനോർഗാനിക് കേട്ടോ. പക്ഷേ ഓർഗാനിക് എന്തായിരിക്കും, ഇൻ ദി ഫോം ലംബ്, പൗഡർ, പേസ്റ്റ്, ലിക്വിഡ്, ഇങ്ങനെ ആയിരിക്കും ഓർഗാനിക് ആയിട്ട് കിട്ടുന്നത് കേട്ടോ. ഇനി ഹൈഡ്രോളിക് ക്ലോറിക് ആസിഡ്, സിങ്ക് ക്ലോറൈഡ്, ഫോസ്ഫോറിക് ആസിഡൊക്കെ എന്താണ് ഇനോർഗാനിക് ആണ്. ഇനി റെസിന്, ടാലോ ഇതൊക്കെ എന്താണ് മരത്തിൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്ന ഏതാണ് ഓർഗാനിക് ഫ്ലക്സ് ആണ് കേട്ടോ. അമോണിയം ക്ലോറൈഡിനെ വിളിക്കുന്ന പേരാണ് സാൽ അമോണിയാക്ക്. ഇനി ബ്രേസിങ് എങ്ങനെ നടക്കുക, കാപ്പിലറി റിയാക്ഷൻ വഴിയാണ് നടക്കുക കേട്ടോ. ഇനി കൊറോഷൻ ഫ്ലക്സ്, ടൈപ്പ് ഓഫ് ഫ്ലക്സ് ലീവ്സ് എ കൊറോഷൻ ഡിപ്പോസിറ്റ് ഓൺ ദി ബേസ് മെറ്റലിൽ കൊറോഷൻ ഉണ്ടാക്കുന്ന എഫക്റ്റ് ഉണ്ടാക്കുന്ന വിളിക്കുന്ന പേരാണ്, ആ ഫ്ലക്സിനെ വിളിക്കുന്ന പേരാണ് കൊറോസീവ് ഫ്ലക്സ് കേട്ടോ. ഇനി ബോറാക്സ് നോക്കാം. ദി ജനറൽ പർപ്പസ് ഫ്ലക്സ് ഫോർ മോസ്റ്റ് മെറ്റൽ, ബോറാക്സ് ആണ് എന്ത് ചെയ്യുക ജനറൽ പർപ്പസ് ഫ്ലക്സ് ആയിട്ട് ഉപയോഗിക്കുക കേട്ടോ. മോസ്റ്റ് മെറ്റൽസിനുണ്ട് ജനറൽ പർപ്പസിന് ഉപയോഗിക്കുന്നതാണ് ബോറാക്സ്. ഇനി ഇത്രയും കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുക ജസ്റ്റ് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്കഫോൾഡിങ്ങും വെൽഡിങ്ങും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സ്പെക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേര് എന്ത് നിങ്ങൾ വായിച്ചു നോക്കുക. ഇനി 505 ഈ സ്കഫോൾഡിംഗ് ടൈം സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഉയരം കെട്ടുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഉയരത്തിൽ ഇങ്ങനെ നിലത്തിന് കുത്തനെ നിർത്തുന്ന മെമ്പേഴ്സിനെ എന്ത് വിളിക്കും, സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കും. ഓക്കെ ആണോ, സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കും. ഇനി ഈ സ്റ്റാൻഡേർഡിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. ഇൻ സ്കഫോൾഡിംഗ് ടൈം ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ദി ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് വിച്ച് കണക്ട് ദി റോ ഓഫ് സ്റ്റാൻഡേർഡ്, അതായത് ഈ റോ ഓഫ് സ്റ്റാൻഡേർഡിനെ ഇങ്ങനെ ഹൊറിസോണ്ടലി ബന്ധിപ്പിക്കുന്ന ആളാണ് ആര്, ലെഡ്ജർ. ഓക്കെ ആണോ. ലെഡ്ജർ ഫിക്സഡ് ഡയഗണലി അക്രോസ് ദി സ്റ്റാൻഡേർഡ് ഫോർ ആഡിങ് റിജിഡിറ്റി ഇൻ എ സ്കഫോൾഡിംഗ്. ഇങ്ങനെ ലെഡ്ജർ മാത്രം വെച്ചു, പക്ഷെ എന്ത് ചെയ്യും, എന്നാലും ഇങ്ങനെ ആടൂലേ, ആടാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ വിലങ്ങനെ വെക്കുന്ന ആളാണ് ആര്, ബ്രേസ് വിലങ്ങനെ വെക്കുന്ന ലെഡ്ജറാണ് ആരാണ് ബ്രേസ്. ഇനി ബേസ് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് യൂസ്ഡ് അറ്റ് ദ ഫൂട്ട് ഓഫ് ദി സ്റ്റാൻഡേർഡ് ടു പ്രൊവൈഡ് ദി സ്റ്റേബിൾ ഫൂട്ടിംഗ് ഓഫ് സ്കഫോൾഡിംഗ്. ഇപ്പോൾ ഞാൻ ഈ സ്റ്റാൻഡേർഡ് 3 ഇങ്ങനെ കുത്തനെ നിർത്തിയില്ലേ, ഇങ്ങനെ കുത്തനെ നിർത്തിയ മണ്ണിലാവുമ്പോൾ എന്ത് ചെയ്യും, ചെരിയാനൊക്കെ ചാൻസ് ഇല്ലേ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അത്യാവശ്യം നല്ലൊരു ബേസ് പ്ലേറ്റ് ഇവിടെ വെക്കും, അതാണ് ബേസ് പ്ലേറ്റ് കേട്ടോ. ഇനി ഡബിൾ കപ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ഈസ് യൂസ്ഡ് ടു ടൈ ലെഡ്ജേഴ്സ് ടു സ്റ്റാൻഡേർഡ്, ഈ ലെഡ്ജോൺ സ്റ്റാൻഡേർഡ് നമ്മൾ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഡബിൾ കപ്ലർ കേട്ടോ. അറ്റ് റൈറ്റ് ആംഗിൾ ഇൻ എ സ്കഫോൾഡ്, റൈറ്റ് ആംഗിൾ ഉപയോഗിക്കുക. സിംഗിൾ കപ്ലർ എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ടൈ പുട്ട് ലോഗ് ടു എ ലെഡ്ജർ, ഈ പുട്ട് ലോഗ് എന്ന് പറയുന്നതിനെ ലെഡ്ജറുമായി ബന്ധിപ്പിക്കുന്നതാണ് സിംഗിൾ കപ്ലർ. ഈ 2 ചോദ്യം എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇതെന്തായാലും ചോദിക്കാൻ ഞാൻ ചാൻസ് കാണുന്നുണ്ട്. ഇനി റൊട്ടേറ്റിംഗ് മെമ്പർ ഏതാണ്, സിവൽ കപ്ലർ, കാരണം ഇതിന് പേര് നമുക്ക് കിട്ടും, അപ്പോൾ ഇത് പഠിക്കേണ്ട ആവശ്യമില്ല, സിവൽ കപ്ലറാണ്. ഇനി സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങിന് നമുക്ക് എന്ത് ചെയ്യുന്നത്, വുഡൻ മോളോണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, കെട്ടിപ്പൂട്ടിയാൽ മതി. ഓക്കെ ആണോ. ട്യൂബ്ലെസ് സ്കഫോൾഡിംഗ് കാൻ ബി ഇറക്റ്റഡ് റാപ്പിഡ്ലി ആൻഡ് ഡിസ്മാൻഡിൽ, നമ്മൾ ക്ലാസ് എടുക്കുന്ന ടൈമിൽ പറഞ്ഞിരുന്നു. ട്യൂബ്ലെസ് സ്കഫോൾഡിംഗ് ഈസ് മോസ്റ്റ്ലി മൾട്ടി സ്റ്റോറിഡ് ബിൽഡിംഗ് പറഞ്ഞിരുന്നു. ട്യൂബ്ലെസ് സ്കഫോൾഡിംഗ് ഡു നോട്ട് റിക്വയർ ഹോൾസ് ഇൻ ദി വാൾ, അതും പറഞ്ഞിരുന്നു ക്ലാസ് എടുക്കുമ്പോൾ കേട്ടോ. ഇനി ട്യൂബ്ലെസ് സ്കഫോൾഡിംഗ് സ്റ്റീൽ ആൻഡ് ലൈറ്റ് അലോയ് ട്യൂബ്സ് ആർ കോമൺലി യൂസ്ഡ്, നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടില്ല, എന്താണ് ട്യൂബ്ലെസ് സ്കഫോൾഡിംഗ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻഡിപെൻഡൻറ്റും ഡിപ്പെൻഡൻറ്റും. ഡിപ്പെൻഡൻറ്റ് സ്കഫോൾഡിംഗ് കോമൺലി ടേംഡ് ബ്രിക്ക് ലെയേഴ്സ് സ്കഫോൾഡിംഗ് ഡിപ്പെൻഡൻറ്റ്, കാരണം എന്ത് ചെയ്യും, അത് ചുമരുമ്പോൾ നമ്മൾ ഒരു ഭാഗം ചുമരുമ്പോൾ നിർത്തണം അല്ലേ, ചുമരിൽ നമ്മൾ ഓട്ട തുളച്ചിട്ട് ഒരു ഭാഗം ചുമരിൽ വെക്കണം. ഇൻഡിപെൻഡൻറ്റ് സ്കഫോൾഡിംഗ് കാണ്ട് മാസൺ, തേക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഉയരം കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്തിരിക്കില്ല, ഒരിക്കലും ആ തേക്കണ ചുമരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹോൾ വെക്കാൻ പറ്റില്ല, അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം, ആ ഭാഗം പിന്നെയും തേക്കേണ്ട അവസ്ഥ വരില്ലേ. ഇനി ഇൻഡിപെൻഡൻറ്റ് സ്കഫോൾഡിംഗ് ഈസ് വെരി സ്ട്രോങ് ആൻഡ് യൂസ്ഡ് ഫോർ ഹെവി ഓപ്പറേഷൻ. നീഡ്ഡ് സ്കഫോൾഡിംഗ് യൂസ്ഡ് ഫോർ റിപ്പയറിംഗ് പർപ്പസ്, നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഇനി സസ്പെൻഡ് സ്കഫോൾഡിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലീനിങ്, പെയിൻറ്റിങ് ഇതിനൊക്കെ എന്താ ഉപയോഗിക്കുക, സസ്പെൻഡാണ് ഉപയോഗിക്കുക. ഇതും പഠിക്കണം കേട്ടോ, എന്തിനാ ഉപയോഗിക്കുക, ഈസിലി പ്രൊവൈഡ് ആൻഡ് റിമൂവ്, പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യുക, ഒഴിവാക്കും ചെയ്യുക, എടുക്കുകയും ചെയ്യാം. ലാഡർ സ്കഫോൾഡിംഗ് പ്രൊവൈഡ് ഫോർ എന്തിനാ ഉപയോഗിക്കുക, പെയിൻറ്റിങ്ങിന്, മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിന് പെയിൻറ്റിങ്ങിന് ഉപയോഗിക്കും. ഇനി നമ്മൾ വീഡിയോ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വെബ് കൊണ്ട് ഡിസ്കസ് ചെയ്യണം കേട്ടോ. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു നോയ്സ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമുക്ക് മിക്കവാറും നാളെ തന്നെ ചെയ്യാം. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ജൂനിയർ എഞ്ചിനീയർ റെയിൽവേയുടെ എഴുതാൻ പോകുന്ന കുട്ടികളെ ഒരിക്കലും എന്ത് ചെയ്യില്ല, അവർക്ക് ഒരിക്കലും ക്ഷീണമൊന്നും കാരണം മിക്കവാറും ലിഫ്റ്റിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യാൻ വഴിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി ഉഷാറായിരുന്നു പഠിക്കുക.